രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്കാണ് പരാതി പോയത്. പരാതി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകട്ടെ. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ട്? തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ, സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതൊന്നും ഇതുകൊണ്ട് മറച്ചുപിടിക്കാൻ ആർക്കും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കുറെ നാളായിട്ട് കേരളത്തില് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം കുറെ നാളായിട്ട് നടക്കുകയാണ്. ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ പരാതിയിൽ അതിന്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി രാഹുലിനെതിരെ ഉണ്ടാവും? അത് സസ്പെൻഷൻ തന്നെ നിൽക്കുമോ? നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ല. അല്ല, രാഹുലിനെതിരായിട്ടുള്ള പാർട്ടി നടപടി പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. രാഹുലിനെ അനുകൂലിച്ച് സുധാകരൻ രംഗത്തെത്തി. KPCC അധ്യക്ഷനാണ് അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത്.